ഹലോ, അടിപൊളിയായിട്ടുള്ള കുറച്ച് ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ വീഡിയോ കണ്ട് കണ്ട് നിങ്ങൾ മടുത്തിരിക്കുവാണെന്ന് അറിയാം, എങ്കിലും ഞാൻ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഒരു തുണി നമ്മൾ നീളത്തിലെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര നീളമാണ് അല്ലെങ്കിൽ എത്ര ചുരുക്കമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്തിട്ട് അതിൻ്റെ സൈഡൊന്ന് കൂട്ടിയടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും നൂല് പൊട്ടിപ്പോകും കേട്ടോ. വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ, അല്ലാത്തപ്പോഴൊന്നും ഒരു പ്രശ്നവും കാണത്തില്ല. നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് വിരിച്ച്, അതായത് രണ്ടായിട്ട് തന്നെ ഇട്ടിട്ട് ഒരു ഭാഗം അകത്തോട്ടേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെയും കൂടെ മടക്കി എടുത്തിട്ട് പുറത്തെ ഭാഗവും കൂടെ മടക്കുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ചീത്തവശത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതെപ്പോഴും നമ്മൾ ഓർമ്മയിൽ വേണം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ആ ഒരു വെച്ച ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് മാക്സ് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട്, പക്ഷേ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ അകത്തോട്ടിരിക്കുന്ന പോർഷൻ പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് വീഡിയോ എടുക്കുമ്പോഴും ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നത് കാരണം ഇടയ്ക്കിടയ്ക്ക് മറിഞ്ഞൊക്കെ വീഴും. പിന്നെ അതുമാത്രമല്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും പറ്റത്തില്ല. അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സിമ്പിളായിട്ടാണ്, പക്ഷേ ഇത് കാണുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു മെത്തേഡ് ഞാൻ ഇപ്പോഴാണ് ചെയ്ത് നോക്കുന്നത്. നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോർഷൻ വരുമ്പോൾ, അതായത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയല്ലോ, ആ ഭാഗം വരുന്നിടം വരെ സ്റ്റിച്ച് ചെയ്യണം. അവിടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യരുത്. കുറച്ച് സ്ഥലം വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് നമുക്കിത് തിരിച്ചിടണമല്ലോ, അതിനുള്ളൊരു സ്പേസ് കൊടുക്കാം. കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ കുറച്ച് തോനെയും സ്പേസ് കൊടുക്കാം, കാരണം കോട്ടൺ തുണി കട്ടിയായതുകൊണ്ട് വരാൻ പാടായിരിക്കും. ഈ തുണിക്ക് കുറച്ച് സ്പേസ് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് ഇറങ്ങി വരും. എന്നിട്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്, നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് തിരിച്ചിടുവാണ്. ആ ഒരു ഹോളിൽ കൂടെ ചുമ്മാ പുറത്തോട്ട് വലിക്കുമ്പോഴത്തേക്കും അത് പുറത്തോട്ട് വരും. നല്ല വശം ആയിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഹോൾ നമുക്ക് കാണാനായിട്ടും പറ്റും. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു 4 ആണ് ഞാൻ ഇവിടെ എടുക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ നീളമെന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അത് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരറ്റത്ത് പിന്ന് കുത്തി നമ്മൾ ഇത് ചെയ്യില്ല, അപ്പുറത്തറ്റത്ത് ഒരു ബെൽപ്പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. കാര്യം ഇത് അകത്തോട്ടേക്ക് കയറി പോവരുതല്ലോ, അതുകൊണ്ട്. എന്നിട്ട് നമ്മൾ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ പാവാട വെള്ളയൊക്കെ ഇടുന്നത് പോലെ ആ ഒരു ഇതിട്ട് കൊടുത്തിട്ട് 2 സൈഡിലും നമ്മൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു 2 പോർഷനും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തുന്നിയായാലും കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തോട്ട് എടുക്കാൻ വേണ്ടി ഇട്ട ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുന്നുണ്ടല്ല, അതാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഞാൻ നേരത്തെ ചെയ്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെയല്ലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് കുറച്ചും കൂടെ സിമ്പിളുമാണ്. ഇത് നമുക്ക് കാണുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നുമെങ്കിലും സിമ്പിളുമാണ്.
മറ്റേതിനേക്കാളും ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണമെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് കയ്യിലിടാനായിട്ട് പറ്റത്തില്ല. ഇത് ഹെയറിലൊക്കെ ഇടാം, കയ്യിലിടുമ്പോൾ എനിക്ക് ഒത്തിരി വലുതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വലുതൊക്കെ ഇടാൻ ഇഷ്ടമാണെങ്കിൽ ഇടാം. ഇതിന് തുണിയും കുറവായതുകൊണ്ട് ചുരുക്കും കുറച്ചാണ് കിട്ടിയത്. ബാക്കിയെല്ലാം നല്ല ചുരുക്കിയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.